മമ്മി എന്ന് പറയുമ്പോൾ ഈ പടം ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മൾ കോമഡിയാണ്. കാരണം സിറ്റുവേഷൻ കോമഡി, നല്ല ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ആകാശഗംഗയുടെ ഒരു ഫീല് നമുക്കുണ്ടാകും. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിയുമ്പോൾ പടം വേറൊരു ലെവലിലേക്ക് മാറുന്നത്, അതായത് അരമന ലെവലിലേക്ക് മാറി. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് ഷറഫുദ്ദീൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കോമഡി നന്നായിട്ട് വരുന്നുണ്ട്. കുറേ അതിലെ ക്യാരക്ടറൊക്കെ ആരെക്കുറിച്ച് മോശം പറയാനില്ല, എല്ലാവരും അവരവരുടെ കഥാപാത്രങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന ആൾ നല്ലൊരു ഡയറക്ടറാണെന്നുള്ള കാര്യം, അയാളുടെ പുതിയ പടം ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല, എങ്കിലും നല്ല ഡയറക്ഷനാണ്. കാശിക് എന്താണ്ട് അഭിനയത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ബിന്ദു പണിക്കരുടെ ഒരു തിരിച്ചുവരവ്. ജഗദീഷ് എന്ന നടൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കുറേ പ്രായം കുറഞ്ഞ് അഭിനയിച്ചൊക്കെയാണ് ഇതിനകത്ത്. ജഗദീഷായിട്ട് ചില സമയത്തൊക്കെ നമ്മൾ ജഗദീഷായിട്ട് തന്നെ തോന്നുന്ന ആ രീതിയിലാണ് പെർഫോം ചെയ്തേക്കുന്നത്. അവസാനത്തേക്ക് വരുമ്പോൾ ഒരു അരമണിക്കൂർ നമ്മളെ ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന, ശരിക്കും ഒരു അരമന രീതിയിലേക്കാണ് പടം പോകുന്നത്. ലാസ്റ്റ് വരുമ്പോൾ ഒരു മമ്മിയിലേക്കാണ് പടം പോകുന്നത്. മമ്മി ഇംഗ്ലീഷ് പടം മമ്മിയിലേക്കാണ് പടം കൊണ്ട് എത്തിച്ചേക്കുന്നത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇത് ആൾക്കാരെ ശരിക്കും പിടിച്ചിരുത്താവുന്ന പടമാണ്, നല്ലൊരു വിജയമാകാൻ സാധ്യതയുള്ള പടമാണ്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാവുന്ന, ചിരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ള പടങ്ങളിലൊക്കെ ഹൊറർ ആത്മാക്കളെ പ്രതികാരം ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഒരു മകളെ സ്നേഹിക്കുന്ന അമ്മയുടെ ആത്മാവാണ് ഇതിൽ പറയുന്നത്. അമ്മയുടെ ആത്മാവ് ഒരു മകളെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക്, ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് മരിച്ചുപോയ ആത്മാക്കളെ എപ്പോഴും ദോഷമാണ്. അത് ഇതിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആത്മാക്കളെല്ലാം കൊണ്ടുപോയി ഹിന്ദുക്കളുടെയൊക്കെ ഇത് പ്രകാരം കൊണ്ടുപോയി ആത്മാക്കളെ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെസ്സേജ് ഇതിലൂടെ വന്നിട്ടുണ്ട്. പടം എല്ലാവരും നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. ശരിക്കും എല്ലാവർക്കും കുടുംബസമേതം കാണാവുന്ന പടം. യാതൊരുവിധ രക്തച്ചൊരിച്ചിലോ പിന്നെ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി എത്തിക്കാനായിട്ട് പടത്തിൻ്റെ ഡയറക്ടർ സാധിച്ചു. ഓൾ ദി ബെസ്റ്റ്. എക്സ്പീരിയൻസ് നമ്മൾ എൻ്റർടൈനറാണ്. ഇത് കാണാത്ത ഈ ജോണ്ടർ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. ഈ ഹൊറർ കോമഡി ആ ജോണ്ടർ. എന്നാൽ സെക്കൻഡ് ഹാഫ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഫസ്റ്റ് ഹാഫ് കോമഡി ഉണ്ട്. ഫാൻറ്റസി മൂവിയാണ്, ലോജിക്ക് നോക്കരുത്, റിയലിസ്റ്റിക് അല്ല. നല്ലൊരു എൻ്റർടൈനറാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ വരുന്ന എക്സ്പീരിയൻസാണ്. തിയേറ്ററിൽ കാണുന്ന പടമാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ്, എൻ്റർടൈനറാണ്. ഇങ്ങനത്തെ മൂവീസ് റെയറാണ്, തിയേറ്ററിൽ പോയി കാണും.